പറഞ്ഞ കൂടി നിന്റെ മയക്കൊക്കെ കുടി പോയിട്ട് മതി. ശീഘ്രമാ, ആറ്റിങ്ങൾ കുഞ്ഞു തമ്പി അങ്ങനെ അക്കരയ്ക്ക് പോകണം. ഒന്ന് പയ്യെ വിളിച്ചു കൂപ്പിള്ളേ. നേരും നിറയുമുള്ള കാര്യത്തിനൊന്നും അല്ല പോകുന്നേ. എന്തോന്നു ഈ കരയിലെ നേരും നിറയൊക്കെ നിശ്ചയിക്കുന്നത് അങ്ങ് തന്നെയല്ലയോ? ആ പറഞ്ഞിട്ട് കാര്യമില്ല അയ്യപ്പൻ പിള്ളേ. ഉണക്കമരത്തിന് പോലും കാതുള്ള കാലമാ. ഏതെങ്കിലും തന്തയില്ലാത്തവൻ ഞാൻ അക്കരെ പോകുന്ന കാര്യം അറിഞ്ഞു പോറ്റിയാൽ അത് മതി, പദ്ധതി മുഴുവൻ പൊളിയാൻ. ആറ്റിങ്ങൽ തമ്പി അക്കരയ്ക്ക് പോകുന്നെങ്കിൽ അത് സർവാധി കാര്യക്കാരെ കണ്ടെന്തോ കാര്യസാധ്യത്തിനും കഴക്കൂട്ടത്തെ സത്യാളമ്മയുമായുള്ള രഹസ്യവീഴ്ചയ്ക്കുമാണെന്ന് ചിരിമൂളയുള്ളവർക്കറിയാം. അതുള്ളതാ. സത്യാളമ്മ കെട്ടിയോ കോത്തനായരെ വചനം ഇരിക്കാൻ വിട്ട് ഇവിടുത്തെ കാത്ത് കുളിച്ചൊരുങ്ങിയിരിക്കുന്നത് വെറുതെ ആവോ? അല്ല, ഒരു നേരം പോക്ക് പറഞ്ഞോട്ടെ. സർവാധിയെ കണ്ട് കാര്യം നേടിയെടുക്കാൻ പറ്റാതെ വരുമോ എന്നതിനേക്കാൾ ഇവിടുത്തേക്ക് ഞെടുപ്പ് സത്യാളമ്മയോടൊത്തുള്ള നേരം പോക്ക് നടക്കാതെ പോകുമോ എന്നുള്ളതല്ല. ഒന്ന് പോടോ പിള്ളേ. ഈ കരയിൽ എപ്പോ ചെന്ന് മുട്ടി വിളിച്ചാലും ഈ ആറ്റിങ്ങൽ തമ്പിക്ക് വാതില് തുറന്നു തരാൻ തയ്യാറുള്ള ഒത്തിരി പെണ്ണുങ്ങളുള്ളപ്പോ 45 കഴിഞ്ഞാൽ സത്യാളമ്മയ്ക്ക് വേണ്ടി പാതിരാത്രിക്ക് മഞ്ഞുകൊണ്ട് ഞാൻ ഈ പുഴ കിടക്കുമെന്ന് തനിക്ക് തോന്നുന്നുണ്ടോ? ഒന്നാമത്തെ കാര്യം, സർവാധിയെ കണ്ട് ആദിച്ചമ്പരത്തൂർ അമ്മൻ ക്ഷേത്രത്തിലേക്കുള്ള നടപ്പാത നിർമ്മാണത്തിനുള്ള ചുമതല കരാർ എഴുതി വാങ്ങിക്കുക എന്നത് തന്നെ. അതുവഴി മഹാരാജാവിൽ നിന്ന് കിട്ടുന്ന ചക്രത്തിലല്ല എന്റെ നോട്ടം. നടപ്പാതയുടെ 3/4 ഭാഗവും വനമാണ്. വഴി വെട്ടിത്തെളിക്കാൻ എന്ന പേരിൽ പരുവമൊത്ത മരങ്ങൾ കുറച്ചധികം തന്നെ ഞാൻ മുറിച്ചു വിൽക്കും. കാതലുറച്ച കരിവീട്ടിയും തേക്കും മഹാഗണിയും ഒക്കെ മുറ്റി വളർന്നു നിൽക്കുന്ന വഴി നോക്കിയേ നടപ്പാത പോകത്തുള്ളൂ. ഭക്തജനങ്ങൾ ഇത്തിരി വളഞ്ഞ വഴിക്ക് നടന്നു വലഞ്ഞാലും വനം വെട്ടിവിറ്റ വഴിക്ക്